കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരന് രോഗിയുടെ ആക്രമണം. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിനാണ് രോഗിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെ ICUവിൽ വെച്ചായിരുന്നു സംഭവം. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. ശ്വാസമുട്ടലിന് ചികിത്സ തേടിയെത്തിയ വയോധികനാണ് ആക്രമണം നടത്തിയത്. ICUവിൽ ഉണ്ടായിരുന്ന കമ്പി കൊണ്ടാണ് ആക്രമണം നടത്തിയത്. സുരേഷിന്റെ തലയ്ക്ക് പിന്നിൽ പൊട്ടലുണ്ട്, കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. സുരേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നമ്മുടെ ആരോഗ്യ സ്ഥാപനത്തിന്റെ സംരക്ഷണം നേടിയുന്ന ഒരു രോഗി അകാരണമായി മർദ്ദിക്കുന്ന സാഹചര്യവും മർദ്ദനശേഷം അടിയന്തരമായി നമ്മുടെ ജീവനക്കാരൻ പ്രാണരക്ഷാർത്ഥം അദ്ദേഹത്തെ നമ്മുടെ ജീവനക്കാർ തന്നെ ചേർന്നുകൊണ്ട് ജില്ലയുടെ അഭിമാനമായ NS ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന അത്യാസന്നമായ സാഹചര്യമാണ് സംസ്ഥാനമെമ്പാടും വാർത്തയായി പരക്കുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിനെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് ജീവൻ വളയം വെച്ചാണ് രാജ്യത്തിന് അഭിമാനമായ ആരോഗ്യ പ്രവർത്തകർ ഈ നാടിനെ സംരക്ഷിക്കുന്നത് കരുത്തായി മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ ഒരു നിമിഷം കൊണ്ട് ഓക്കിക്കാലത്തെ, പ്രളയകാലത്തെ, കോവിഡ് കാലത്തെ മറക്കാൻ ഒരാളെങ്കിലും തീരുമാനിച്ചാൽ, പ്രിയമുള്ളവരെ, നാട് പൊറുക്കുന്ന സംവിധാനമല്ല ആ ഓർമ്മയെന്ന് നമ്മളുടെ കൂട്ടായി പറഞ്ഞു വെക്കുക. കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും വിക്ടോറിയ ഹോസ്പിറ്റലിലെയും ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരുപക്ഷെ സംഘടനാഭേദമന്യെയാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഒരു കാലത്തുമില്ലാത്ത പോലെയാണ് ഈ രാജ്യത്തിന്റെ അഭിമാനമായ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ, അത് ഡോക്ടർമാരായാലും പാരാമെഡിക്കൽ ജീവനക്കാരായാലും നഴ്സുമാരായാലും ഈ നാടിന്റെ ആരോഗ്യ പ്രവർത്തക സംഘടനയുടെ അടിസ്ഥാനമായ താഴെത്തട്ടിലെ ഗ്രേഡ് 2 നഴ്സിംഗ് അസിസ്റ്റന്റ് ജീവനക്കാരെയും അകാരണമായി മർദ്ദിക്കുന്നത്, ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ നാട് ഭരിക്കുന്ന ജനകീയ സർക്കാർ 2016 മുതൽ ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ടായാൽ, അത്തരത്തിൽ സാഹചര്യമുണ്ടാക്കുന്ന ആരായാലും അവരെ കടുത്ത ശിക്ഷണ നടപടിയുടെ ഭാഗമായി മാറ്റുവാനുള്ള നിയമ നടപടി സ്വീകരിക്കാനുള്ള നിയമമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. നമ്മുടെ ഓർമ്മയിൽ 2014 മുതൽ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുകയാണ്. 2014 ആ നിയമനിർമ്മാണം സാധ്യമാക്കാൻ വേണ്ടി ഭരണകൂടം തയ്യാറാവുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിരന്തരമായി ഈ നാടിന്റെ ജീവൻ സംരക്ഷിക്കുന്ന ആരോഗ്യ മേഖലാ പ്രവർത്തകരുടെ ജീവൻ ധ്വംസിക്കുന്ന നിലപാടുകൾ ഒറ്റപ്പെട്ട കോണിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, അതിനെതിരെയുള്ള നിയമനിർമ്മാണം 2016 മുതൽ സാധ്യമാക്കുമ്പോൾ അവിടെ കടുത്ത ശിക്ഷണ നടപടി 16 മുതൽ തീരുമാനമായി മാറുമ്പോഴാണ് പ്രിയമുള്ളവരെ ശേഷവും ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലും ജില്ലാ ഹോസ്പിറ്റലിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും താഴെത്തട്ട് വരെ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഓർമ്മയിൽ 2 വർഷം മുമ്പാണ് പ്രിയമുള്ളവരെ നാടിന്റെ അഭിമാനമായ ഒരു ആരോഗ്യ പ്രവർത്തകർ, വിശിഷ്യ ഈ സംവിധാനത്തിന്റെ ആകെ ചുക്കാൻ പിടിക്കുന്ന ഒരു ഡോക്ടർ, നമ്മുടെ പ്രിയപ്പെട്ട അനുജത്തി ഡോക്ടർ വന്ദനയെ അകാരണമായി മദ്യപാനിയായ ഒരു വ്യക്തി ഈ നാടിന്റെ അഭിമാനമായ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ചുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് ആ പ്രിയപ്പെട്ട സഹോദരയുടെ ജീവൻ ധ്വംസിക്കുന്ന കാഴ്ച ഈ നാട് കണ്ടതാണ്. നാട് ഭരിക്കുന്ന സർക്കാർ വീണ്ടും നിയമനിർമ്മാണം സാധുമാക്കി ആ നടപടി സ്വീകരിച്ചുകൊണ്ട് അടുത്ത ശിക്ഷണ നടപടി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെയാണ് പ്രിയമുള്ളവരെ ഈ നാട് വീണ്ടും സമാനതയില്ലാത്ത കാഴ്ചയിലേക്ക് പോകുന്നത്. ഈ നാടിന്റെ അഭിമാനമായ ആരോഗ്യ പ്രവർത്തകരുടെ ചുക്കാൻ പിടിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ അഭിമാനമായ ഭയങ്കരരായ ഡോക്ടർമാർ കൂടി നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് സംസ്ഥാനമെമ്പാടും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ച് നിപ്പാക്കാലത്ത്, ഓക്കിക്കാലത്ത്, പ്രളയകാലത്ത്, കോവിഡ് കാലത്ത് പ്രിയമുള്ളവരെ ഈ നാടിന്, രാജ്യത്തിന് സംരക്ഷണമായി മാറിയത്, അതിജീവനമായി മാറിയത് നമ്മുടെ സർവസ്വമായ ഡോക്ടർമാരാണ്, നഴ്സുമാരാണ്, പാരാമെഡിക്കൽ ജീവനക്കാരാണ്, ആ സംവിധാനമാണ്. അവിടെയാണ് വീണ്ടും ഈ നാടിന്റെ അതിജീവന ശൃംഖലയുടെ സുപ്രധാനമായ രാജകീയ പ്രൗഢി എക്കാലവും വിളിച്ചോതുന്ന കൊല്ലം ജില്ലാ ഹോസ്പിറ്റൽ, വിക്ടോറിയ ഹോസ്പിറ്റൽ അടങ്ങുന്ന ഈ സംവിധാനത്തിൽ, ജില്ലാ ഹോസ്പിറ്റലിലെ ICU സംവിധാനത്തിൽ നമ്മുടെ ഒരു ജീവനക്കാരനെ അകാരണമായി ആക്രമിക്കുന്നു. ഒരു കാര്യം വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, സർവീസ് സംഘടനാ ഭേദമില്ലാതെ പറയുന്നു, ജീവനക്കാരെ വിശിഷ്യ ആരോഗ്യ ജീവനക്കാരുടെ ജീവൻ ഹനിക്കാൻ വേണ്ടിയുള്ള
മാത്രമല്ല ഏത് ശ്രമത്തെയും തടയാനുള്ള ശേഷി നാടിന്റെ ആരോഗ്യ സംവിധാനത്തിനുണ്ട്. ഡോക്ടർമാർക്കുണ്ട്, നഴ്സുമാർക്കുണ്ട്, പാരാമെഡിക്കൽ ജീവനക്കാർക്കുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭരണകൂടവും സംവിധാനവും അടിയന്തരമായി കുറ്റവാളികളെ ശിക്ഷ നടപടി സ്വീകരിച്ചുകൊണ്ട് തുറന്നിടക്കണമെന്ന് മാത്രം. ആക്രമണം നടത്തിയ വയോധികന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വയോധികനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. NGO യൂണിയൻസ് ജില്ലാ സെക്രട്ടറി VR അജു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S ദീപ, ജില്ലാ വൈസ് പ്രസിഡന്റ് S ഷാഹിർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G സജികുമാർ, ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്യാം എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.